എല്ലാവർക്കും നമസ്കാരം. ജോമോൺസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ്. DHA, HAD, MOH, പ്രോമെട്രിക്, പിയേഴ്സൺ വ്യൂ, NHR പോലുള്ള എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് തൈറോയിഡക്ടമി. തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് നമ്മൾ ക്ലോസ് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻ്റെ ബെഡ് സൈഡിൽ ട്രക്യോസ്റ്റമി സെറ്റ്, സക്ഷൻ അപ്പാർട്ടസ്, ഓക്സിജൻ പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിൽ ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നമ്മൾ പേഷ്യൻറ്റ് കൊടുക്കേണ്ട പൊസിഷൻ സെമി ഫോൾഡേഴ്സ് പൊസിഷനാണ്. അതുപോലെ തന്നെ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്ലീഡിംഗ് അസസ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അസസ് ബ്ലീഡിംഗ് ബോത്ത് ആൻറ്റീരിയർലി ആൻഡ് പോസ്റ്റീരിയർലി നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞ പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലാരിഞ്ചൽ നെർവ് ഡാമേജ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ DHA, HAD, MOH, പ്രോമെട്രിക്, പിയേഴ്സൺ വ്യൂ, NHR പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ബന്ധപ്പെടുക. താങ്ക് യു.